ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒത്തിരി സന്തോഷത്തിലാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള വടമ പതിയാരി ഭഗവതി ക്ഷേത്രത്തിൽ 10ാം ഉദയ മഹോത്സവമാണ് ഇന്ന് നടക്കുന്നത്. ഒരാനയ്ക്ക് ഉത്സവമൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യപടിയായിട്ട് നമുക്ക് ഇന്ന് കളം വരയ്ക്കാം. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് ആനയോട് കൂടിയിട്ടുള്ള പറയെടുപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പതിയാരി ക്ഷേത്രം മുതൽ വടക്കേക്കെട്ടിൽ ക്ഷേത്രം വരെയുള്ള വീടുകളിലേക്കാണ് ഈ ആന വീട്ടിലേക്ക് വന്നിട്ടുള്ള പറയെടുപ്പ് നടക്കുക. അപ്പോൾ അതിന് ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ് കേട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള ഈ അയൽവക്കക്കാരൊക്കെ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ റോഡിൽ ചാണകമൊക്കെ മെഴുകി കളമൊക്കെ വരയ്ക്കും. ഇത് ഞാൻ പച്ചരിപ്പൊടി കൊണ്ട് ആണ് ഈ കോല ഇടുന്നത് കേട്ടോ, അല്ലാതെ അരിമാവ് കൊണ്ടല്ല. അപ്പോൾ സ്വസ്തികയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് ചിഞ്ചുവാണ് ഇട്ട് തന്നത്. ഈ ബോർഡർ മാത്രമാണ് ഞാൻ ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇനി മുകളിലോട്ട് നമ്മുടെ റെഡ് ടൈലിലോട്ടൊക്കെ കൊച്ചു കൊച്ചു രൂപങ്ങളായിട്ട് നമ്മളിങ്ങനെ പടി വരെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറയെടുപ്പ് എന്ന് പറയുന്നത് ഭഗവതിയാണ്. ആ കോലത്തിൽ ഭഗവതി എഴുന്നള്ളുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എന്താ പറയുക, നമ്മളിങ്ങനെ ആനയിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് ഭഗവതിയെ. അതിനുള്ള ഒരുക്കത്തിലാണ് ഈ കോലം വരയ്ക്കുന്നതും അതുപോലെ തന്നെ പൂജാ സാധനങ്ങളൊക്കെ വയ്ക്കുന്നതും. പിന്നെ നമ്മൾ ആനയ്ക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും മറ്റൊക്കെ വെക്കും കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമല്ല, അയൽവക്കക്കാരും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ കോലമൊക്കെ വരച്ച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങ് അകലേന്ന് ആനയും ചെണ്ടക്കാരും കുട്ടികളും എല്ലാവരുമായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ പറയെടുപ്പ് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിലെത്തുക. ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉത്സവം തുടങ്ങായി. കഴിയുന്നതും ഈ പറനിറപ്പ് സമയത്ത് നമ്മൾ കുടുംബസമേതമാണ് കേട്ടോ ഞങ്ങളിവിടെ നിൽക്കാറ്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശേട്ടനും മുത്തിനും അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അവരെത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും ചിഞ്ചുമാണ് പറ വയ്ക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒരുക്കിയൊക്കെ വെച്ചു എന്നുണ്ടെങ്കിലും ഈ കൊട്ടും മേളവും പിന്നെ ആനയും ഇങ്ങനെ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല, നെഞ്ചിടിപ്പൊക്കെ ഇങ്ങനെ കൂടി വരുന്നത് പോലെയൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ തന്നെയാണ് ഓരോ പ്രാവശ്യവും. അപ്പോൾ മുരളീച്ചേട്ടനാണ് നമുക്ക് ഈ പറയൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ നെൽപ്പറയാണ് വെക്കുന്നത്. നെൽപ്പറ വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനധാന്യ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീടുകളിൽ വന്നിട്ട് പറ വയ്ക്കാനായിട്ട് പറ്റാത്തവർക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോയിട്ടും ഇങ്ങനെ പറ വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറ വയ്ക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്നത് ആനയുടെ പുറത്ത് എഴുന്നള്ളിയിരിക്കുന്ന കോലത്തിലിരുന്ന് ഭഗവതി ഇത് കാണുകയാണ് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു മനസ്സാണ്. പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾ ഈ പറ വയ്ക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഭഗവതി എന്തായാലും അനുഗ്രഹിച്ച് ആ വരം തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഭക്തർ എന്തൊക്കെ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്നു എന്ന് കാണാനായിട്ട് ഭഗവതി ഇങ്ങനെ എഴുന്നള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഇങ്ങനെയുള്ള ശുഭകരമായിട്ടുള്ള വേളകളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉത്സവത്തിനും ക്ഷേത്രത്തിലൊക്കെ എത്താനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടുകാരിൽ ഏറെ പേരും വിദേശത്താണ്. പക്ഷെ അവരെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ 10ാം ഉദയത്തോടനുബന്ധിച്ച് തന്നെ ലീവിന് വന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അവർക്കും അത്ര പ്രിയപ്പെട്ടതാണ് ഈ ദിനം. ആനയ്ക്ക് പാപ്പാൻ്റെ അടുത്തുള്ള പ്ലാവിൽ നിന്ന് ഒരു കൊമ്പൊക്കെ ഒടിച്ചിട്ട് കൊടുത്തു കേട്ടോ. പ്ലാവിലൊക്കെ തിന്നുകൊണ്ടാണ് നമ്മുടെ ആന ഇങ്ങനെ പോകുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല തടിച്ചുരുണ്ട് കൊഴുത്തൊരു നല്ല ആനയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിന്നു കേട്ടോ. അതിനുശേഷം ആനയൊക്കെ നടന്ന് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ദീപാലങ്കാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റിൽ ആനയെ കാണാൻ വേറൊരു ലുക്കാണ് കേട്ടോ. നല്ല രസമായിരുന്നു. ആ കൊട്ടും മേളവും ചെവിയാട്ടിയും തുമ്പിക്കൈയാട്ടിയും ഒക്കെ നിൽക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു ഞാൻ. അപ്പോൾ ഈ സമയത്ത് രമേശേട്ടനും മുത്തും ഒക്കെ എത്തിയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പുരയൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കുടകിൽ നിന്ന് വരെ ആൾക്കാർ ഈ പതിയാരി ഭഗവതി ക്ഷേത്രത്തിലേക്ക് 10ാം ഉദയം ആഘോഷിക്കാനായിട്ട് വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ
താലം പിടിച്ചുകൊണ്ട് കുട്ടികൾ, അമ്മമാർ എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ താലം പിടിക്കാത്തതെന്ന് നിങ്ങൾക്കറിയാലോ. കാരണം എനിക്ക് ഇവിടെ ഇങ്ങനെ ഓടി നടന്ന് ഇതൊക്കെ വീഡിയോ പിടിക്കാനായിട്ടുള്ള മനസ്സുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ താലത്തിന് നിൽക്കാഞ്ഞത്. ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെ നമ്മൾ ഓടി നടക്കാണ് കേട്ടോ. എന്തൊക്കെയാണോ കാണാൻ കഴിയുക അതൊക്കെ കണ്ടുകൊണ്ട് നടക്കായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കാണുന്നത് ഈ ഡോളാണ്. ഡോള് ക്ഷേത്രാങ്കണത്തിലേക്ക് വരികയാണ് കേട്ടോ. എന്തു ഭംഗിയാണെന്ന് നോക്കി. ഈ സ്മോക്കൊക്കെ പല കളറുകളിലാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളുടെ ആ ഒരു തുള്ളലും ചാടലും ഇത് കണ്ടില്ലേ. ഇതിങ്ങനെ പേപ്പറുകൾ ഇങ്ങനെ അങ്ങോട്ട് വീടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ഭംഗിയെന്നാ. ഇതൊക്കെ കാണാനായിട്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അതുപോലെ ഡോളിനനുസരിച്ച് വളരെ തുള്ളിച്ചാടിയൊക്കെയാണ് നാട്ടുകാർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് രമേശ് ഏട്ടൻ ബലൂണൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ ഈ ബലൂൺ ഇട്ടുകൊണ്ട് ഞാനും ചിഞ്ചും കൂടി തുള്ളിച്ചാടി ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ സമയം പോണതൊന്നും അറിയുന്നേ ഇല്ല. എല്ലാവരും ആർമാദത്തിലാണ്. അങ്ങനെ കൊട്ടും മേളവും ആനയും ഒക്കെ നടപ്പുരയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നടപ്പുരയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ദീപാലങ്കാരമാണ്, കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നടപ്പുര കിട്ടിയപ്പോൾ ഇപ്പോൾ ആനയ്ക്കൊക്കെ നടക്കാനും ഒക്കെ വലിയ സൗകര്യങ്ങളാണ് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിലും ഒതുങ്ങിയൊക്കെ ഇവിടെ നിന്നും കഴിഞ്ഞിട്ട് ആനയെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആന കൊട്ട് മേളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഇതിൻ്റെ ഒരു കോർണറിൽ നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ആനേനെ. അതും ഈ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്വല്ലറിയിലേക്കൊക്കെ കിടക്കുന്നത് പോലെ ഒരു മഞ്ഞ ലൈറ്റാണ്. അപ്പോൾ ഇതിൽ ഈ കാണാനായിട്ട് നല്ല ചന്തമാണ്. ആനച്ചന്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും കേട്ടോ. ക്ഷേത്രത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേളം അവസാനിക്കും. പക്ഷെ ഡോൾ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് ധനുമാസത്തിലെ മകയിരം തിരുവാതിര. ശ്രീ പരമേശ്വരനെ മനസാധ്യാനിച്ചുകൊണ്ട് നൂപുര തിരുവാതിരക്കളി സംഘത്തിലെ ഈ എളിയ കലാകാരികൾ പതിയാരി ഭഗവതിക്ക് മുന്നിൽ പാർവതി സ്വയംവരം സമർപ്പിക്കുന്നു. നന്മയേറുന്നൊരു പെണ്ണിനെ വേൽപ്പാനായി നാഥനേറും വെള്ളും നേരത്തിങ്കൾ ഭൂതങ്ങളെ കൊണ്ട കമ്പളി കൂട്ടിട്ട് കാളേമേലേറിയവ ശിവായ നാരി മറന്നിട്ടു വായ്ക്കൂരവയിട്ട് എതിരേറ്റു കൊണ്ടങ്ങോ നിൽക്കും നേരം ബ്രാഹ്മണരോടും പലരോടും ഒന്നിച്ച് ആർത്തകം പൂക്കൂ നമ ശിവായ. വൈരി പണ്ടോരാലയായി കാട്ടിൽ മാനിനിയ മലർമകൾ താനുമൊത്തുകൂടി പുഷ്ടമോദം കളിക്കുമ്പോ ദുഷ്ടനായ മാരൻ അഷ്ടമൂർത്തി തൻ്റെ മാറിൽ വിട്ടു നല്ലോരസം വിട്ടാനതു Oh
ഹരമകളാടി ഉറഞ്ഞാടി വാഴ വാഴ തമ്പൂരാട്ടേ കരികാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാളെ കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാളെ കരികാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാളെ കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാളെ കരികാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാളെ കൊടുവാളെടുത്ത് പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കാഞ്ഞൂർ നാട്ടുപൊലിമയുടെ നാടൻ പാട്ടുകൾ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, കാതുകൾക്ക് നല്ല ഇമ്പമുള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീം തേടി ഞങ്ങൾ നടന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ ഇതാ വാങ്ങി കഴിഞ്ഞിട്ട് കഴിക്കുകയാണ്. നല്ല മഞ്ഞും കുളിരും ഒക്കെ ഉണ്ട്. എന്ത് തന്നെയായാലും ഐസ്ക്രീം കഴിച്ചിട്ട് വരുന്നത് വരട്ടെ എന്ന് തന്നെ വിചാരിച്ചു. കാരണം ഇന്ന് പതിയാരിയിലെ 10ാം ഉദയമാണ്. എന്തായാലും എനിക്ക് ഐസ്ക്രീം വേണം. അതുകൊണ്ട് ചോക്ലേറ്റും വാനിലയും ഒക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത്. എല്ലാവരെയും പതിയാരി ഭഗവതി അനുഗ്രഹിക്കട്ടെ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.